ആലപ്പുഴയിൽ അസാധാരണ ജനിതക വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചതിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്കാനിംഗ് നടത്താൻ ഡോക്ടർമാർ സന്നദ്ധരായില്ല എന്ന് മന്ത്രി പറഞ്ഞു. ഇതോടെയാണ് സ്വകാര്യ ലാബിൽ പരിശോധന നടത്തേണ്ടി വന്നത്. വീഴ്ചയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിലെ വിദഗ്ധ സംഘം അഡീഷണൽ ഡയറക്ടർ ഹെൽത്ത് സർവീസസിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഡോക്ടർ ശങ്കറൊക്കെ ഉൾപ്പെടെ ജനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ ഉൾപ്പെടെ അതുപോലെ ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടീമാണ് അതിൽ രൂപീകരിച്ചത്. അവർ ഇന്നലെയുടെ തലേന്ന് അവിടെ എത്തി അവരുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 സ്കാനിംഗ് സെൻ്ററുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. അത് സീസ് ചെയ്തു 2 സ്കാനിംഗ് സെൻ്ററുകളും. അതിൽ ആക്ട് പ്രകാരം 2 വർഷം ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ, അതായത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്കാനിംഗ് റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ളവ സൂക്ഷിക്കണമെന്നുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഈ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് കണ്ടെത്തി. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കാനിംഗ് സെൻ്ററിൽ ഉണ്ടായിരുന്നവരുടെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും പിഴവുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് അതിൽ സ്കാനിംഗ് മെഷീനുകൾ പൂട്ടി സീൽ ചെയ്തു, സെൻറ്റർ പൂട്ടി സീൽ ചെയ്തു, അതിൻ്റെ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കി അതിൻ്റെ കൈമാറിക്കൊണ്ടാണ് ഇന്നലെ ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അത് നൽകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിനെയും ഈ സംഘം കണ്ടിരുന്നു, മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ വിദഗ്ധ സംഘം എന്താണ് പറയുന്നത് എന്നുള്ളത് പരിശോധിച്ചിട്ട് സർക്കാർ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും. തുടർ ചികിത്സയ്ക്ക് സർക്കാർ മറ്റു സഹായം ചെയ്യണമെന്നുള്ള ആവശ്യമാണ്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഏത് രീതിയിലാണ് സഹായം വേണ്ടതെന്നുള്ളതും ചികിത്സ വേണ്ടെന്നുള്ളത് വല്ലാത്തൊരു ആശങ്കയുണ്ട്. അപ്പോൾ അതിലൊരു സർക്കാർ സഹായത്തിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാകും? ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് സംഘത്തോട് പറഞ്ഞിരുന്നത്, ഡോക്ടേഴ്സിനോട് പറഞ്ഞത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കുഞ്ഞിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. നമ്മുടെ മെഡിക്കൽ കോളേജിൽ എല്ലാവിധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അത് മുഴുവൻ ചെയ്ത്, അപ്പോൾ അതിൽ മറ്റ് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെയാണ് സർക്കാരിൻ്റേത്. അത് എങ്ങനെ എന്തൊക്കെ എന്നുള്ളത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദമാക്കും. ഇപ്പോഴും പല സർക്കാർ ആശുപത്രികളിലും ഈ എക്യുപ്മെൻസിൻ്റെ കുറവുണ്ടല്ലോ മേഡം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉൾപ്പെടെ ഇവർ തന്നെ പുറത്തേക്ക് റെഫർ ചെയ്ത് വിടുകയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഒരു നടപടി വേണ്ട സാധാരണക്കാർ. അവിടെ സ്കാനിങ് മെഷീൻ്റെ കുറവല്ല, അതിൽ ഇത്തരത്തിലുള്ള സ്കാനിങ് ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവിടെ അവർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് അത് ഔട്ട്സോഴ്സ് ചെയ്ത് സ്കാനിങ് സെൻറ്ററിലേക്ക് വിടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലയിടത്തും ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് കുറേയേറെ വർഷങ്ങളായി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെലിവറി സംബന്ധിച്ച അതിൻ്റെ എണ്ണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഒരു മാപ്പിംഗ് നടത്തിയിരുന്നു. ഞാൻ താലൂക്ക് ആശുപത്രികൾ വിസിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും സന്ദർശന അടിസ്ഥാനത്തിൽ നേരിട്ട് കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രത്യേകമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഒരു 3 ആഴ്ച മുൻപ് ഞാൻ അതിൻ്റെ യോഗം വിളിച്ചു ചേർത്തു. അത് ഫൈനലായിട്ടുള്ള ഒരു അവർ ഒന്നുകൂടെ റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും ഇത് സ്കാനിങ് മെഷീൻ്റെ അഭാവമല്ല, ഇക്കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്, അപ്പോൾ സംസാരിക്കാം. പാരൻസ് പറയുന്നത് ഡോക്ടർമാർക്കെതിരെ കൂടി നടപടി വേണമെന്നാണ്. അങ്ങനെ എന്തെങ്കിലും വീഴ്ച ആരുടെ ഭാഗത്തുണ്ടെങ്കിലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അത് ഉറപ്പായ കാര്യമാണ്, അതിലൊരു സംശയവും വേണ്ട. അല്ല, അത് റിപ്പോർട്ടിൽ വളരെ നിഷ്പക്ഷമായി എവിടെ വീഴ്ച ഉണ്ടായോ ആ വീഴ്ച കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്ത് ആണ്, അപ്പോൾ അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ട്
പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് തന്നാൽ ഉടൻ തന്നെ അതിൽ ആരുടെയൊക്കെ ഭാഗത്ത് വീഴ്ചയുണ്ടോ അതിൽ നടപടിയെടുക്കും. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. താങ്ക് യു. അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിന്റെ പ്രശ്നമായിരുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ അവിടെ പരിശോധന നടത്തിയില്ല, അവിടെ സ്കാനിംഗ് നടത്തിയില്ല എന്നുള്ളത് മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. പുറത്തെ ലാബിലെ പരിശോധനയിലും സ്കാനിങ്ങിന്റെ പരിശോധനയിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയ ശേഷം അന്തിമ നടപടിയെന്ന് മന്ത്രി പറയുന്നു. കുട്ടിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒന്നും പ്രതികരിച്ചില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കെ സി വേണുഗോപാല കുടുംബത്തെ സന്ദർശിച്ച ശേഷം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: തുടർ ചികിത്സയുടെ കാര്യത്തിൽ കൂടി സർക്കാർ സർക്കാർ അത് ഏറ്റെടുക്കേണ്ടതാണ് എന്ന്. സർക്കാരിന്റെ വീഴ്ച കൊണ്ട് സംഭവിച്ചാണ്, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ വീഴ്ച കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ആ ചികിത്സ കൂടി സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. അതിനോട് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടോ? സ്മൃതി, കുട്ടിയുടെ തുടർ ചികിത്സാ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഉന്നതതല സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം കുട്ടിയെ സന്ദർശിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് വൈകാതെ നൽകാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ആ തുടർ നടപടി എന്ന് പറയുന്നത് വീഴ്ചക്കാർക്കെതിരെ, കുറ്റക്കാർക്കെതിരെ എന്തൊക്കെ നടപടി എന്നുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കുട്ടിയുടെ തുടർ ചികിത്സ, മറ്റ് സാമ്പത്തിക സഹായം സർക്കാർ നൽകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിലൊന്ന്, ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ പൂട്ടിയിരുന്നു. അതിലൊന്ന് അവിടെ കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിച്ചില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ്. മറ്റൊരു കാരണം ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് ഒരു ലാബിലെ, ഒരു സ്കാനിംഗ് സെന്ററിലെ ജീവനക്കാർക്ക് വേണ്ടത്ര യോഗ്യതയില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ളതാണ്. മറ്റൊരു ഗുരുതരമായ ആരോപണ സ്വഭാവത്തിൽ മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായൊരു പ്രതികരണം മന്ത്രി നടത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രി പറയുന്നത്, ഞാൻ ചോദിച്ചത് പല സർക്കാർ ആശുപത്രികളിലും ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിലാണല്ലോ സാധാരണക്കാർക്ക് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സംവിധാനങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത്, ആലപ്പുഴയിലെ സംഭവത്തിൽ അവിടെ സ്കാനിംഗ് മെഷീൻ ഇല്ലാത്തതിൻ്റെ കുറവായിരുന്നില്ല, ആ പ്രശ്നം മാത്രമായിരുന്നു, മറിച്ച് ഡോക്ടർമാർ അവിടെ സ്കാൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വന്നത്, പുറത്തൊരു ലാബിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കിയത് മെഡിക്കൽ കോളേജിൽ ഉദ്ദേശിച്ചതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കടപ്പുറം WMCയിൽ കുട്ടിയെ കാണിച്ചതിന് ശേഷമാണ് ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മന്ത്രി ഉദ്ദേശിച്ചത് സ്വാഭാവികമായും കടപ്പുറം സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അവിടെ മാത്രമല്ല എന്നുകൂടി മന്ത്രി പറയുന്നു. സംസ്ഥാനത്തൊട്ടുക്ക് നമ്മുടെ സംവിധാനത്തിൽ തന്നെ, സിസ്റ്റത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഡോക്ടർമാർ ഈ ഒരു ദിവസം നിശ്ചിത എണ്ണം ഡെലിവറി മാത്രമേ, പ്രസവം മാത്രമേ എടുക്കുകയുള്ളൂ. കൂടുതൽ എണ്ണം വന്നാൽ അത് മറ്റു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ നേരത്തെ ആരോപണമായി ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ ഒരു റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് താൻ തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രികൾ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് 3 ആഴ്ച മുമ്പ് കിട്ടിയിരുന്നു. ആ റിപ്പോർട്ടിൽ പലതരത്തിലുള്ള ഈ വിധത്തിലുള്ള സ്വഭാവങ്ങൾ, പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് സംബന്ധിച്ച് കുറച്ചുകൂടി പരിഷ്കരിച്ച ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്, പല സർക്കാർ ആശുപത്രികളിലെയും ഡോക്ടർമാർ ആശുപത്രികളിൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് സ്കാൻ ചെയ്യാനോ ഡോക്ടർമാർ തയ്യാറാകാതെ അവർ തന്നെ പുറത്തു ലാബുകളിലേക്ക് രോഗികളെ അയക്കുന്നൊരു പതിവുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി സർക്കാർ ഖജനാവിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങി സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ ജീവനക്കാരില്ല എന്ന പരാതി പലപ്പോഴുമുണ്ട്. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ഡോക്ടർമാർക്ക് അറിയാമെങ്കിലും ഡോക്ടർമാർ അതിന് തയ്യാറാകാത്ത പ്രശ്നമുണ്ട്, സന്നദ്ധരാകാത്ത പ്രശ്നമുണ്ട്. ആലപ്പുഴയിലും അതാണ് സംഭവിച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ആലപ്പുഴയിലെ ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത്. അത് സംബന്ധിച്ചൊരു വിശദമായ പ്രതികരണം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ റിപ്പോർട്ട് കൂടി ലഭിച്ചത് പഠിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ടെന്നും മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർക്കിടയിൽ തന്നെയുള്ള ചില പുഴുക്കുത്തുകളെ മന്ത്രി തുറന്നു കാട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? ആ റിപ്പോർട്ടിന്മേൽ ആർക്കെതിരെയാണ് ആരോപണമുള്ളത്, റിപ്പോർട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അല്ലമീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.